അല്ലടാ വാസ, നീ കൂലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ എന്തോ പറയാനാ ചേച്ചി, നമ്മൾ അപ്പുറം ഇപ്പുറം കിടക്കുന്നവരല്ലേ. അല്ല, നമ്മളെ അപ്പുറം ഇപ്പുറം അയൽവാസികളല്ലേ. നമ്മള് അങ്ങനെ പറയാൻ പറ്റൂ. ചേച്ചി എന്തോ തന്നാലും ഞാൻ സ്വീകരിക്കും. ആണോ? പണി കഴിഞ്ഞ് പോകുമ്പോ ഒരു ബൊക്ക അങ്ങ് സ്വീകരിക്കാവോ? എന്നിട്ട് ഞാനിവിടെ ഒരു പ്രസംഗം കൊണ്ട് നടത്താം, മതിയോ? 1500 രൂപ ശമ്പളം തരണം. പണി കഴിയുമ്പോ പടക്ക് കയ്യിലോട്ട് നോക്കുമ്പോ ഗാന്ധിജി എന്നെ നോക്കി ചിരിക്കണം. 1500 രൂപയോ? 1500 രൂപ. എടാ, ഈ മുറ്റത്തെ 2 പുല്ല് പറിച്ച് കളയുന്നതിന് 1500 രൂപയോ? ഈ പുരുകത്തന്ന് 2 രോമം പറിച്ച് കളയുന്നതിന് 2500 3500 ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്നത്. അത് 100 ഉപയോഗിച്ച് പറിക്കുന്നതിന് അവൻ പിടിച്ചോ വെയിലത്ത് നിന്ന് കരിഞ്ഞുടങ്ങി പണിയെടുത്ത 1500 രൂപ ചോദിച്ചാൽ തരാനില്ല. ബ്യൂട്ടി പാർലറിൽ കേറി ഇറങ്ങി നടക്കുന്ന ആളെന്ന് കണ്ടാലേ. അല്ലടാ വാസ, നീ കൂലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ എന്തോ പറയാനാ ചേച്ചി, നമ്മൾ അപ്പുറം ഇപ്പുറം കിടക്കുന്നവരല്ലേ. അല്ല, നമ്മളെ അപ്പുറം ഇപ്പുറം അയൽവാസികളല്ലേ. നമ്മള് അങ്ങനെ പറയാൻ പറ്റൂ. ചേച്ചി എന്തോ തന്നാലും ഞാൻ സ്വീകരിക്കും. ആണോ? പണി കഴിഞ്ഞ് പോകുമ്പോ ഒരു ബൊക്ക അങ്ങ് സ്വീകരിക്കാവോ? എന്നിട്ട് ഞാനിവിടെ ഒരു പ്രസംഗം കൊണ്ട് നടത്താം, മതിയോ? 1500 രൂപ ശമ്പളം തരണം. പണി കഴിയുമ്പോ പടക്ക് കയ്യിലോട്ട് നോക്കുമ്പോ ഗാന്ധിജി എന്നെ നോക്കി ചിരിക്കണം. 1500 രൂപയോ? 1500 രൂപ. എടാ, ഈ മുറ്റത്തെ 2 പുല്ല് പറിച്ച് കളയുന്നതിന് 1500 രൂപയോ? ഈ പുരുകത്തന്ന് 2 രോമം പറിച്ച് കളയുന്നതിന് 2500 3500 ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്നത്. അത് 100 ഉപയോഗിച്ച് പറിക്കുന്നതിന് അവൻ പിടിച്ചോ വെയിലത്ത് നിന്ന് കരിഞ്ഞുടങ്ങി പണിയെടുത്ത 1500 രൂപ ചോദിച്ചാൽ തരാനില്ല. ബ്യൂട്ടി പാർലറിൽ കേറി ഇറങ്ങി നടക്കുന്ന ആളെന്ന് കണ്ടാലേ.